2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ മുന്നൊരുക്കങ്ങളാണ് CPMൻ്റെ ഭാഗത്തു നിന്നും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ മുന്നൊരുക്കങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പ്രായത്തിൻ്റെയും ടേം മാനദണ്ഡത്തിൻ്റെയും കാര്യത്തിൽ പിണറായിക്ക് മാത്രം ഇളവ് നൽകിക്കൊണ്ട് 2026 പിണറായി തന്നെ നയിക്കും എന്നുള്ള നിലപാടാണ് CPM സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ രാജ്യത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി ഉയർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് CPMൻ്റെ ഈ ഒരു വിധേയത്വം എന്ന് പറയുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ PR ഏജൻസികളുടെ സഹായവും CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട്. ഇതും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആശയം തന്നെയാണെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇത്തരം PR ഏജൻസികളുടെ സേവനം ലഭ്യമാക്കുന്നതിനായി കോടിക്കണക്കിന് രൂപയാണ് പാർട്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പാർട്ടി നിയോഗിച്ചിരിക്കുന്ന ഒരു PR ഏജൻസി, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു PR ഏജൻസി ഇപ്പോൾ പാർട്ടിക്ക് നൽകിയിട്ടുള്ള സമഗ്രമായ റിപ്പോർട്ട് CPM നേതൃത്വത്തെ ആകപ്പാടെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണിയും CPMഉം മത്സരത്തിനിറങ്ങിയാൽ അവരെ കാത്തിരിക്കുന്നത് കനത്ത പരാജയമായിരിക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഏജൻസി തങ്ങളുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിണറായിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ CPM മത്സരത്തിനിറങ്ങുകയാണെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സീറ്റ് നില 30ലേക്ക് കൂപ്പുകുത്തും എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഈ PR ഏജൻസി നൽകിയിരിക്കുന്നത്. PR ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള വിധേയത്വമല്ല, നേരെ മറിച്ച് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രകടനം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ വളരെ വിശദമായി അവലോകനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയനെ പാർട്ടിയുടെ മാർഗനിർദ്ദേശക് എന്ന തലത്തിലേക്ക് ഉയർത്തണമെന്നും ഭരണതലത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും പാർട്ടി നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുമുള്ള കൃത്യമായ ആവശ്യമാണ് ഇവർ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷനാക്കിക്കൊണ്ട് പിണറായി വിജയനെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് നയിക്കുക എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ ഇവിടെ പിണറായി വിജയൻ ഈ റിപ്പോർട്ടിൽ ആശ്വാസകരമായി എടുത്തു പറയുന്ന കാര്യമെന്ന് പറയുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിനെയാണെന്നും ഈ റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട്. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലക്ഷ്യമിട്ടാണ് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണമെന്നുള്ള നിർദ്ദേശം ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഹമ്മദ് റിയാസിന് പുറമെ CPMൻ്റെ യുവ നേതാവായിട്ടുള്ള M സ്വരാജിനെ പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണം എന്നുള്ള നിർദ്ദേശവും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് വെല്ലുവിളി ഉയർത്താവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് PR ഏജൻസി തങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. CPMന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണെന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ CPMനെ പ്രതിസന്ധിയിലാക്കുന്ന രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നുപോയ സാഹചര്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും AK ബാലൻ്റെയും സജി ചെറിയാൻ്റെയും എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദ പരാമർശങ്ങളാണ് ഇത്തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയതെന്നാണ് റിപ്പോർട്ടിൽ PR ഏജൻസി ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ ബന്ധു നിയമന വിവാദവും പിൻവാതിൽ നിയമന വിവാദവും വികസന പ്രശ്നങ്ങളും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുമെല്ലാം ജനങ്ങളെ പാർട്ടിക്കും മുന്നണിക്കും എതിരാക്കിയിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അർജന്റീനിയൻ ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ എത്തിക്കും എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ TVയുമായി കൂടിച്ചേർന്ന് നടത്തിയ പരസ്യ മാമാങ്കം പാർട്ടിക്ക് തിരിച്ചടിയായെന്നും ഭരണത്തിൻ്റെ വിശ്വാസ്യത തകർത്തുമെന്നുള്ള അഭിപ്രായവും റിപ്പോർട്ടിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട്. സമാനമായി തന്നെ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള CPMൻ്റെ ശൈലി മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല സെക്കുലറായിട്ടുള്ള ഹിന്ദു വിഭാഗങ്ങളെ പോലും പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്ന ആശങ്കയും PR ഏജൻസി സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിരന്തരമായി മന്ത്രി സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനപരമായ പ്രസ്താവനകളും പാർട്ടിക്ക് വെല്ലുവിളിയാണെന്നും ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. പാർട്ടിയുടെ പ്രമുഖ നേതാക്കളായ G സുധാകരൻ, സുരേഷ് കുറുപ്പ്, PK ശശി, ഐഷ പോറ്റിയെ പോലുള്ളവർ പാർട്ടി വിട്ടുപോയിട്ടുള്ളതും പാർട്ടിക്കെതിരായി ഉയർന്നു വരുന്ന രക്തസാക്ഷി ഫണ്ട് മുക്കൽ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പാർട്ടി കേഡറുകളുടെ പോലും ആത്മവിശ്വാസത്തെ ബാധിച്ചു എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CPMൻ്റെ സൈബർ പോരാളികൾക്ക് പോലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കൊരു വിജയമുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസമില്ലാത്തതിനാൽ സൈബർ ഇടങ്ങളിൽ പാർട്ടിക്ക് ആധിപത്യം നഷ്ടമായതായും ഈ റിപ്പോർട്ടിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന ഘട്ടത്തിൽ പോലും ഹൈവേകളിലടക്കം മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടും ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടും പടുത്തുയർത്തിയിരിക്കുന്ന കൂറ്റൻ പരസ്യ ഹോർഡിങ്ങുകൾ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
ഈ റിപ്പോർട്ടിൽ വിവാദമുഖങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി അവസരം നൽകിയാൽ അവരുടെ പരാജയം ഉറപ്പാണെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വിവാദമുഖങ്ങൾ ആരൊക്കെയാണെന്നും കൃത്യമായ പരാമർശം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവാദമുഖങ്ങളിലെ ഒന്നാമത്തെ പേരുകാരൻ എന്ന് പറയുന്നത് മന്ത്രിയായ സജി ചെറിയാനാണ്. അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായ ആർ ബിന്ദു, അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രൻ, PM മാർഷോ പോലുള്ള കഥാപാത്രങ്ങളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ അത് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന കൃത്യമായ മുന്നറിയിപ്പും ഈ റിപ്പോർട്ടിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മലബാർ ബെൽറ്റിലും മധ്യ തിരുവിതാംകൂർ മേഖലയിലുമായിരിക്കും പാർട്ടിക്ക് ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുക എന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മലബാർ മേഖലയിലെ പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ പോലും വലിയ രീതിയിൽ വോട്ട് ചോർച്ചയുണ്ടാകുമെന്നും CPMൻ്റെ ഉരുക്കുകോട്ടകൾ തകർന്നു വീഴുമെന്നും UDF ഇവിടെ വിജയക്കൊടി പാറിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് PR ഏജൻസി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി പാർട്ടിക്ക് നൽകിയിട്ടുള്ളത്. ഇനി മധ്യ തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ CPMും ഇടതുമുന്നണിയുടെ പ്രമുഖ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും അവരുടെ പ്രധാനപ്പെട്ട നേതാവായ ജോസ് കെ മാണിയും അക്രൈസ്തവരുടെ പിന്തുണ നേടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള കൃത്യമായ വിലയിരുത്തലും റിപ്പോർട്ട് നൽകുന്നുണ്ട്. മലബാർ മധ്യ തിരുവിതാംകൂർ മേഖലകളിൽ നിന്നായിട്ടായിരിക്കും പാർട്ടിക്ക് ഏറെക്കുറെ 40 സീറ്റുകളിലധികം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന സൂചനയാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആലോചനയിൽ ഉള്ള ഒരു വിഷയമല്ല. അതിനാൽ തന്നെ PR ഏജൻസി നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടിനെ പാർട്ടി എത്രമാത്രം കാര്യഗൗരവത്തോടുകൂടി കണക്കിലെടുക്കുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ CPMൻ്റെ കനത്ത തിരിച്ചടിക്ക് അല്ലെങ്കിൽ കനത്ത പരാജയത്തിന് കാരണക്കാരനാകാൻ പോകുന്നത് ഇപ്പോൾ അവരുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള 2026 അവർ നേതാവായി ഉയർത്തിക്കാട്ടുന്ന പിണറായി വിജയൻ തന്നെയാണ്. KK ശൈലജയെപ്പോലുള്ള നേതാക്കളെ നേതൃത്വത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ദയാവധത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പാർട്ടിയിൽ പിടിമുറുക്കുവാനുള്ള പിണറായിയുടെ ശ്രമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ നിലനിൽപ്പിനെ തന്നെയാണ് മറ്റൊരു തരത്തിൽ ബാധിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിലും പറഞ്ഞു വെക്കാവുന്നതാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ നേതൃത്വത്തിൽ പാർട്ടി മത്സരത്തിനിറങ്ങുകയും കനത്ത പരാജയം നേരിടുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്താൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസും പാർട്ടിയിൽ നിഷ്പ്രഭനായി പോകും എന്ന കാര്യത്തിലും തർക്കമില്ല. പിണറായിക്കും മരുമകനുമെതിരെ ഇപ്പോൾ ശബ്ദമുയർത്തുവാൻ മടിക്കുന്ന പല പ്രമുഖ നേതാക്കളും പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇവർക്കെതിരെ തുറന്നടിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ഒരു കനത്ത പരാജയമുണ്ടായാൽ ഇടതുമുന്നണി ചിഹ്ന ഭിന്നമാകും. അതുപോലെ തന്നെ CPMൽ പോലും ഒരുപക്ഷെ ശക്തമായ ഒരു പിളർപ്പുണ്ടായേക്കാനുള്ള സാധ്യതകളും സജീവമാണ്. ഏതൊക്കെയാണെങ്കിലും CPMന് വേണ്ടി പണിയെടുക്കുന്ന PR ഏജൻസികൾ പോലും പറഞ്ഞു വെക്കുന്നത് പിണറായി വിജയനെ മുന്നിൽ നിർത്തി മത്സരത്തിനിറങ്ങിയാൽ പാർട്ടി പരാജയപ്പെട്ടു പോകുമെന്നാണ്. കേരള ചരിത്രത്തിലെ CPMൻ്റെ ഏറ്റവും കനത്ത പരാജയത്തിന് കാരണമാകാൻ പോകുന്നതും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളുമാണെന്നും ഈ റിപ്പോർട്ട് പറയുമ്പോൾ ഇവിടെ നാം കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളെയും CPM ദുർഭരണം കൊണ്ട് തങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു, തങ്ങൾക്ക് എതിരാക്കി മാറ്റിയിരിക്കുന്നു. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.